അങ്ങനെ മൃണാൽ എൻ്റെ പേര് പറയാതെ എനിക്ക് വേണ്ടി ഒരു റിപ്ലൈ ഇട്ടിരിക്കുകയാണ്. ആക്ച്വലി മൃണാൽ വെയിറ്റ് ചെയ്യായിരുന്നു. അതായത് ഇതാരെങ്കിലും ഒരു ആളെ ഏറ്റുപിടിക്കണമല്ലോ. ട്രോൾ പേജിൽ മാത്രം ട്രോള് വന്നതുകൊണ്ട് മൃണാലിനെ അത് ഏറ്റുപിടിക്കാൻ ശേഷം മടി കാണും. അപ്പം എന്തായി, അപ്പം ഞാൻ ആരാണപ്പോൾ, ഞാൻ ഭയങ്കര കേട്ടോ. മൃണാലിനെ ഈ ട്രോൾ പേജുകൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസം വേറെയും കുറച്ച് റിയാക്ഷൻ ചാനലുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ തെരഞ്ഞു പിടിച്ച് ഞാൻ ഇട്ട വീഡിയോക്ക് മാത്രം റിപ്ലൈ തരണമെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ചില്ലറ വെറുതെ ഒരു ഹോട്ടൽ നടത്തുന്ന ആളല്ലേ. അല്ല, ഞാൻ അങ്ങനെ വെറുതെ ഒരു ക്രിയേറ്റർ അല്ല. ഇപ്പൊ മൃണാലിനെ കൊള്ളുന്ന ഒരു ക്രിയേറ്റർ ആണ് ഇപ്പൊ ഞാൻ. അതായത് തനിക്കൊത്ത എതിരാളിയാണ് എന്നുള്ളത് മൃണാൽ കണ്ടത് കൊണ്ടാണ്. അയാള് വലിയ ഫോളോവേഴ്സ് ഉള്ള ആള്. പിന്നെ മൃണാൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, എന്റെ പേര് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് എനിക്കൊരു വിഷയമല്ല മാൻ, അല്ലേ? അത് അവര് ചിലപ്പോ അങ്ങനെ വിചാരിക്കണ്ടാവല്ലോ. നിങ്ങൾക്ക് അതെന്തെങ്കിലും ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തോ ചെയ്തോ. പക്ഷെ എന്റെ പേര് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് എനിക്കൊരു വിഷയമില്ല, നിങ്ങൾക്കത് പറയാം. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും മൃണാൽ എനിക്ക് തന്ന റിപ്ലൈ നമുക്കൊന്ന് കാണാം. നമുക്ക് തുടങ്ങാം. നമസ്കാരം. മായമില്ലാത്ത ഭക്ഷണം ന്യായവിലയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇത്ര വലിയ തെറ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു ഫേമസ് ഇൻഫ്ലുവൻസർ, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആള് പറഞ്ഞത് ഭക്ഷണം വളരെ നല്ലതാണ്, പക്ഷെ മൃണാള് മിണ്ടരുതെന്നാണ്. ഇത്ര നല്ല ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനം നടത്തുന്ന ആൾക്ക് മിണ്ടാൻ അവകാശമില്ലേ? ഒരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ എനിക്ക് സംസാരിക്കാനുള്ളത്, പറയാനുള്ളത്? അത് തടയുന്ന രീതിയിൽ സംസാരിക്കുന്ന ആള് ഇൻഫ്ലുവൻസറോ? മിണ്ടാതെ നിശബ്ദനായിരിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? അയ്യോടാ, ഇത് വിക്ടിം കാർഡ് എന്ന് പറഞ്ഞൊരു സാധനം ഇറക്കി കളിക്കുക എന്നുള്ളതാണ് അണ്ണന്റെ ഇപ്പത്തെ ഒരു രീതി. കഴിഞ്ഞ കുറച്ച് കോണ്ടന്റുകൾ കാണുന്നവർക്ക് നന്നായിട്ടൊന്ന് മനസ്സിലാവും. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് ആലോചിച്ചെങ്കിൽ ഇന്നല്ല, ഷസാമിനെയാണ് ഈ പറഞ്ഞത്. ഷസാമിന് കാരണം നമ്മളന്ന് ഹംഗ്രി മൃണാലിൽ പോയ സമയത്ത് ഷാസ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, കോൺസെപ്റ്റ് ഈസ് ഗുഡ്, പക്ഷെ അങ്ങേര് വായ അടയ്ക്കണം. അങ്ങേര് വായ അടച്ച ഈ സാധനം അത് കൊറേ മുന്നേ, അതിപ്പൊ ട്രോളായി വന്നപ്പോ അതിനിടയിൽ ഇയാൾ ട്രോള് മാത്രമേ കാണുന്നുള്ളൂ തോന്നുന്നു. രസം എന്താ അറിയോ, മൂപ്പര് ഇതിന് മുന്നേ ഇന്റർവ്യൂ പറഞ്ഞത്, ഞാൻ ഒരു വീഡിയോസും കാണാറില്ല, ഞാൻ എന്റെ വീഡിയോ പോലും കാണാറില്ല എന്നൊക്കെ പറഞ്ഞ ആളാ. തപ്പി പിടിച്ച അണ്ണം കാണുന്നുണ്ട്. അല്ല, ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. കാരണം നമുക്കെതിരെ വരുന്ന ക്രിറ്റിസിസവും അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഒപ്പീനിയനും അറിയാൻ വേണ്ടി ഇത് കാണണല്ലോ. കാണാതിരുന്നിട്ടൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ അറിയണം. അപ്പോ മൂപ്പര് ശരിക്കും ഞാൻ കണ്ടെടുത്തോളം എപ്പോഴും ഭയങ്കര സോർട്ടറാണ്. മൂപ്പരെ പോസിറ്റീവ് മാത്രം എടുത്തു വെക്കുക, അത് മാത്രം വീഡിയോയിൽ ഇന്ന ആൾ ഈ പോസിറ്റീവ് പറഞ്ഞു, മറ്റേ ആൾ ആ പോസിറ്റീവ് പറഞ്ഞു. ഈവൻ ഇയാൾ ലൈവ് ചെയ്യുമ്പോൾ ആൾക്കാർ നോക്കിയാൽ മതി, ലൈവിനിടയിൽ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമന്റ് ഇടാൻ പറ്റൂ. ഈ നല്ല കമന്റ്സ് മാത്രം നോക്കിയിട്ട് ഈ നെഗ് വരുന്ന കമന്റ്സോ അല്ലെങ്കിൽ വരുന്ന ചോദ്യങ്ങളോ ഒന്നോ രണ്ടെണ്ണോ വേണമെങ്കിൽ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇയാളുടെ പൊക്കിപ്പറിച്ച് അപ്പൊ ചിലപ്പോ നല്ലത് ഇങ്ങനെ പറഞ്ഞു കൂട്ടും, പെട്ടെന്ന് ലാസ്റ്റ് നെഗറ്റീവ് ഉണ്ടോ പറഞ്ഞു പോയല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ വിചാരിക്കും. അത് പോട്ടെ, ഈ പറഞ്ഞതിലേക്ക്, അതായത് എങ്ങനെയാണ് അപ്പൊ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയാ, വേറൊരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം. ഇവിടെ ആരും മൃണാലിനോട് കച്ചവടം നടത്തണ്ടെന്ന് പറഞ്ഞിട്ടില്ല. മൃണാൽ വന്നിട്ട് കരയാണ്, കച്ചവടം നടത്തിയിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്, കച്ചവടം മര്യാദയ്ക്കല്ല. അപ്പം അത് പറഞ്ഞു കേൾക്കുന്നത് നമ്മളെന്താ വിചാരിക്കുക, എന്നാൽ പിന്നെ എത്ര വലിയ കഷ്ടപ്പാടാണെങ്കിൽ വീട്ടിൽ പോയിക്കൂടെ, ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മൃണാൽ മിണ്ടരുത് എന്ന് പറയുന്നത്, മൃണാൽ വന്നിട്ട് വീഡിയോ ഇടരുത്, ഈ പറഞ്ഞ ഒരു വ്ളോഗും ചെയ്യരുതെന്നല്ല, പ്രമോഷൻ ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. ലൈക്ക് മനസ്സിലായോ? പ്രമോഷൻ, അതായത് ഹംഗ്രി മൃണാലിന്റെ പ്രമോഷൻ ദയവേത് നിങ്ങൾ ചെയ്യരുത്. കാരണം കോൺസെപ്റ്റ് നല്ലതാണ്, നിങ്ങൾ ചെയ്യുമ്പോൾ അത് പാളിപ്പോവാണ്. അത് നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇതിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ കമന്റ് ബോക്സിലൂടെ ഒന്ന് പോയി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഈ ഹംഗ്രി മൃണാലിന് വേണ്ടിയുള്ള പ്രമോഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സ്വയം കുഴി വെട്ടുകയാണ്. അത് ഇനി ഇതിലൂടെ ഇപ്പൊ നെഗറ്റീവിലൂടെ വളരാം എന്നുള്ളതാണ് ആശാന്റെ ഒരു ലൈൻ എന്ന് മനസ്സിലായി. ആയിക്കോട്ടെ, കുഴപ്പമില്ല, അല്ലേ? എന്താ ചെയ്യ്. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഇയാളെ ഫോളോ ചെയ്യുന്നവരുടെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് വിഷമം. എന്തിനാ താൻ വിഷമിക്കേണ്ട ആവശ്യമുള്ളത്? അല്ല, എന്തിനാ വിഷമിക്കുന്നത്? അല്ല, ആ ഫോളോവേഴ്സ് ഒക്കെ ഇയാളുടെ പിന്നാലെ വരേണ്ടി വരും. മൂപ്പരെ ഫോളോവേഴ്സ് കോമഡിയാ. മൂപ്പരെ ഫോളോവേഴ്സ് 1.1 മില്യൺ എങ്ങാണ്ടുണ്ട്. മൃണാൽ ആ 1.1 മില്യൺ ഒന്ന് ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഞാനും വരാം, നമുക്ക് രണ്ടാക്കും നമ്മളെ ഇക്കാകെ 300 ഫോളോവേഴ്സ് എത്രയേ ഉള്ളൂ, 350 ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുള്ളൂ. ഇത് രണ്ടും കൂടി വെച്ചൊന്ന് നമുക്ക് നോക്കാം. സിനിമാക്കാരെ പറ്റിക്കാണ്ടാക്കിയ 1.1 മില്യൺ, ഫോട്ടടിച്ച് കയറ്റിയ 1 മില്യനും 300K
ഇനിയിപ്പോ ഷസാമിനെയാണ് ഇത് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇത് ഷസാമാണല്ലോ ആ ഇൻഫ്ലുവൻസർ, ഇത് കുറെ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസർ, മൂപ്പര് ഇൻഫ്ലുവൻസർ ആണോന്നൊക്കെ ചോദിച്ചേ. ഇനിയിപ്പോ ഞാൻ പോട്ടെ, ഷാസിന്റെ ഫോളോവേഴ്സും നിങ്ങളുടെ മില്യനും വെച്ച് നോക്കിയാ ഇതിലേതാണ് ഒറിജിനൽ മില്യനും ഇതേതാ ഫേക്ക് മില്യൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാവൂലോ. ഇത് അത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. കാരണം മില്യൻ ഉണ്ടെങ്കിൽ മില്യന്റെ റീച്ച് വേണം, അത് അക്കൗണ്ട് അത് ഇയാൾക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇയാൾ മില്യന്റെ കണക്ക് പറയുമ്പോ ഞാൻ പറഞ്ഞല്ലോ, ഷസാം ഒന്നും ആരെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് ബോട്ടടിച്ച് കയറ്റി മില്യനുമായിട്ടല്ല നടക്കുന്നത്. 4 സിനിമാക്കാരെ പറ്റിക്കണമെന്നും അല്ലെങ്കിൽ 4 ആള് നാളെ കമ്പനിക്ക് വരണം, അയാൾ ബിസിനസ് വെഞ്ചേഴ്സ് തുടങ്ങാൻ വേണ്ടി 4 ബിഗ് ഷോട്ട്സിനെ പറ്റിക്കണം എന്ന് പറഞ്ഞ മില്യൻ കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല. മനസ്സിലായോ? അത് ആദ്യം മനസ്സിലാക്കുക. ഇനി വേറെ രസമുണ്ട്, ഇയാള് പറഞ്ഞില്ല അവരെ ഫോളോ ചെയ്യുന്ന ഒരു അവസ്ഥ തന്നില്ല. ഇനി ഇയാളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ബുദ്ധി ഉണ്ട്, അതുകൊണ്ടാണ്, അല്ലാതെ ഫുള്ള് ബോട്ടല്ലേ വരുന്നത്. അതുകൊണ്ട് അവരുടെ അവസ്ഥ എന്ന് പറയാൻ അവർക്കൊന്നും ഇല്ലല്ലോ, ഐഡന്റിറ്റി ഇല്ലല്ലോ. ഐഡന്റിറ്റി ഇല്ലാത്ത ഫേക്ക് ഫോളോവേഴ്സ് കയറ്റി മില്യൻ അടുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തും വിഷയമല്ല. ഫേക്ക് ബോട്ട് ഫോളോവേഴ്സിന് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സംഗതി ഒന്നും വേണ്ട. മനസ്സിലായില്ലേ? തനിക്ക് ഉള്ളത് വെച്ച് താൻ നടക്കുക, നമുക്കുള്ളത് വെച്ച് നമ്മൾ നടന്നുകൊണ്ട്. അല്ല താനൊരു ബുദ്ധിജീവി നമ്മളൊരു മണ്ടന്മാരെന്നുള്ള ലൈന് അതിന്റെ ഒരു ആവശ്യം ഉണ്ടോ മൃണാലേ? ഇനി അടുത്തത്, ഇയാളെ മൂപ്പര് മെയിൻ സീനതാ, മൂപ്പരൊരു ബുദ്ധിമാനും നമ്മൾ മണ്ടന്മാരും എന്നുള്ളതാണ് മൂപ്പര് ആദ്യം മുതലുള്ള ഒരു സാധനം. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും, പക്ഷെ മുട്ട പോലും അജിനമോട്ടോയിലും മുക്കിയിട്ടല്ലാതെ തിന്നാൻ പറ്റാത്തവർക്ക് റെഫറൻസ് അതാണ്. ഇവരൊക്കെ റിവ്യൂ ചെയ്യുന്നത് അവരവരുടെ അരി വാങ്ങിക്കാനാണ്, ആ കാശിന് വേണ്ടി മാത്രം. നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് 100 കണക്കിന് കുടുംബങ്ങൾക്ക് അരി എത്തിക്കാനാണ്. ഓക്കെ, അപ്പോ മൂപ്പര് നന്മയാണ് ചെയ്യുന്നത്. ഒരു സെക്കൻഡ്, പോലീസ് വന്നിട്ടുണ്ട്, നോക്കാം. യെസ് സാർ, ഒരു വീഡിയോ എടുക്കുക. യൂട്യൂബ്. വീട്ടിക്ക് മലപ്പുറം. സായി കൃഷ്ണൻ, ഇത് വൈഫ്. എല്ലാ സാധനവും ഉണ്ട്, പുതിയ വണ്ടിയാ, എല്ലാം ഉണ്ട്. സാറ് നോക്കിയോ, ശരിക്കും പോലീസുകാർ ചെക്ക് ചെയ്യുന്നത് നല്ല. രാത്രി എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് പോലീസ് ചെക്ക് ചെയ്യാതിരിക്കണ്ടല്ലോ. കട്ടാക്കുന്നില്ല, എന്തിനു കട്ടാക്കേണ്ട ആവശ്യം? നല്ലതല്ലേ, കേരള പോലീസ് വന്ന് ചെക്ക് ചെയ്യുന്ന അറിയണ്ടേ, അത് നല്ല കാര്യമാണ്. ഐ അപ്രീഷിയേറ്റ്. ഐ റിയലി അപ്രീഷിയേറ്റ്. ഏതാ കവറോ? എന്നത് പിടിച്ചോ, ഞാൻ കവർ തുറന്നോട്ടെ. ഓ, ഇയാളെ പിടിച്ചിരുന്നു, ഞാൻ കവർ തുറന്നു കൊടുത്തിട്ട് വരാം. ഇതോ നോക്കിയതാണ് ഞങ്ങൾ എന്താ ചെയ്യണം നോക്കിട്ട്. ഞങ്ങൾ റോഡ് സൈഡിൽ ഹൈവേയിലുള്ള സൈഡിൽ വന്നിരിക്കുന്നത്. അപ്പൊ ചെക്ക് ചെയ്യാൻ, അത് ടയർ ഇൻഫ്ലേറ്റർ, ഇത് ചാർജർ, അത് ടയർ ഇൻഫ്ലേറ്റർ, ഇത് പിന്നെ അതിന്റെ എന്താ കട്ടാക്കുന്നു വിചാരിച്ചു. പക്ഷെ ഇത് ഞങ്ങളെ ജിമ്മിന്റെ ഷൂ. കട്ടാക്കണ്ടതിനോട് പറഞ്ഞു സായി. മുണ്ടോറുണ്ട്. ഓ, കട്ടാക്കണ്ട. കാരണം എന്താ അറിയോ, അത് ആക്ച്വലി നമ്മളുടെ പോലീസുകാരുടെ ഒരു എഫിഷ്യൻസി എല്ലാരും ഒന്ന് അറിയണം. ഐ റിയലി അപ്രീഷിയേറ്റ്. വൈ? ബിക്കോസ് അല്ല അത് അവരവിടെ തിരിച്ചു പോകും. ഇത് ആക്ച്വലി നല്ലതാണ്. ഞങ്ങളിപ്പോ കുറ്റിപ്പുറമാണുള്ളത്. അപ്പൊ നമ്മള് വണ്ടിയിൽ ഞാൻ രാത്രി അധികവും ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിൽക്കുന്ന സമയത്തൊക്കെ വരാറുണ്ട്, പോലീസുകാർ വരാറുണ്ട്, ചോദിക്കാറ്. അപ്പൊ മലപ്പുറം സ്റ്റേഷനിലാവുമ്പോ ഇന്നെ അറിയാം അവർക്ക്. ഇപ്പൊ ഞാൻ വണ്ടി നിർത്തിയുള്ള സമയത്തൊക്കെ അവർക്ക് അറിയാം. അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞിട്ട് പോകും. ഇതുവരെ നമ്മളിവിടെ വണ്ടി നിർത്തിയത് കണ്ടു, 2 ആൾക്കാർ ഇരുന്ന് നിൽക്കുന്നത് കണ്ടപ്പോ അവര് കൃത്യമായി വന്നു, ചോദിച്ചു. വളരെ നല്ല കാര്യമായി അപ്രീഷിയേറ്റ്. വളരെ മാന്യമായിട്ടല്ലേ സാറ്, വളരെ മാന്യമായിട്ട് വന്നു, പേര് ചോദിച്ചു, കാര്യങ്ങൾ ചോദിച്ചു, വണ്ടി സെർച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ചോദിച്ചു, സെർച്ച് ചെയ്യാൻ നമ്മൾ നിന്ന് കൊടുത്തു. ദാറ്റ്സ് ഇറ്റ്. അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനത്തെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ വേണം. അത് കട്ടാക്കണ്ട കാര്യമില്ല, നാട്ടുകാർ അറിയട്ടെ നമ്മളെ പോലീസ് സ്ട്രോങ് ആണെന്ന് അറിയട്ടെ. ഞാൻ പോലീസിനെതിരെ കുറെ വീഡിയോ ഇതിലുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള നല്ല പോലീസുകാരുണ്ട് എന്നുള്ള അറിയണല്ലോ. സ്ട്രോങ് ആണ്. ഓക്കെ, രമേശ് ചെന്നിത്തല അടിപൊളി. മൂപ്പര് വന്നതിന് ശേഷം സാധനം സെറ്റാണ്. ഈ അവിടെയല്ല. അപ്പൊ ഓക്കെ, ഗോയിങ് ബാക്ക് ടു മിസ്റ്റർ മൃണാൽ. ഞാൻ മറന്നുപോയി. അതെ, മൃണാലിന്റെ അരി വാങ്ങാൻ. അല്ല മൃണാൽ, അപ്പൊ ഈ വ്ളോഗ് മൃണാലിന്റെ മറ്റേ ഇതിലൊക്കെ എഴുതി വെച്ചത് എന്താ? സോഷ്യൽ മീഡിയ പ്രൊഫൈലിനകത്ത് കൺസൾട്ടന്റ് അല്ല, മറ്റേ വെറുതെ ചെയ്യുന്ന ഹോബി എന്ന് മാത്രമേ. അങ്ങനെ ഹോബിക്ക് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് മൃണാൽ എന്നുണ്ടെങ്കിൽ, മൃണാൽ ആ ടൈമിലൊക്കെ മോണിറ്റൈസേഷൻ ഓഫ് ആക്കി വെച്ചിട്ടാണോ
ചെയ്തിരുന്നേ അരി മേടിക്കാൻ അല്ലെങ്കിൽ? ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്. അതായത് മൃണാല് ഒരുപാട് വീഡിയോസ് ഹോട്ടൽ റിലേറ്റഡ് ചെയ്ത ഒരാളാണ്. ആ ചെയ്ത വ്യക്തി അരി മേടിക്കാൻ അല്ലെങ്കിൽ അതിന്നൊരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടാൻ അല്ലായിരുന്നെങ്കിൽ ഈ ചെയ്ത മൃണാല് ചെയ്ത വീഡിയോസ് ഒക്കെ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഹോബിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞങ്ങളെപ്പോലെ ഞങ്ങളൊക്കെ അരി മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനുള്ള കാര്യം പറയാം, ഞാൻ അരി മേടിക്കാൻ വേണ്ടി വീഡിയോ ഞാനിവിടെ വന്നിരുന്നിട്ട് നന്മമരം കളിച്ച് അല്ലെങ്കിൽ ഞാനിവിടെ വന്നിരുന്നിട്ട് ഇപ്പോഴും നോക്കി രാത്രി 12:30 നമ്മളൊരു സ്ഥലത്ത് പോയി വരുമ്പോൾ കൃത്യമായിട്ട് എനിക്ക് നട്ടപ്പാതിര വീഡിയോ ഇടണം എന്നുള്ളതുകൊണ്ട് വന്ന് പോലീസുകാർ റോട്ടുമ്മ സൈഡാക്കി നിർത്തി നമ്മൾ കൃത്യമായി നമ്മളെ ജോലി ചെയ്യുന്നു. ഓക്കെ, നിങ്ങളും ആ സാധനം ചെയ്തിട്ട് നിങ്ങളും അതിന് വരുമാനം ഉണ്ടാക്കിയൊരു വ്യക്തിയാണ്. അതായത് പല മലയാളികൾക്കും വ്ളോഗിങ് ഒരു മാതൃകയാക്കിയ ഫുഡ് വ്ളോഗിങ് ഒരു മാതൃകയാക്കി കാണിച്ചു കൊടുത്ത ഒരാളാണ് വന്നിരുന്ന് ഇപ്പൊ ബാക്കിയുള്ളവർ എന്ത് കളിയാക്കുന്നത്? നിങ്ങളൊക്കെ അരി മേടിക്കാനല്ലേ, നിങ്ങളൊക്കെ അത് ചെയ്യാനല്ലേ? എന്നിട്ട് മുട്ട റെഫറൻസ് ആ പുറത്തേക്ക് ക്യാമറ തിരിച്ചത് ഇയാളുടെ വികൃതമായ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായോ? അയാളുടെ വികൃതമായ മനസ്സാണത്. ഏത് ആ മുട്ട അയാളാ മുട്ട എന്ന് പറഞ്ഞിട്ട് ആ സാധനം തിരിച്ചു വെച്ച ആ കോലും ആ സാധനം നിങ്ങൾ കണ്ടില്ലേ? അവിടെ ഉണ്ട് ഇയാളുടെ ക്യാരക്ടർ എന്താന്നുള്ളതും ഈ വൃത്തികെട്ട മനസ്സ് ഇയാളുടെ എന്താന്നുള്ളതും. അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ഒരു കാര്യം കേൾക്കില്ല. ഇത്തിരി സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളാണെങ്കിൽ അത് ചെയ്യൂ. ഇപ്പൊ നമ്മളൊക്കെ വീഡിയോ ഇടുന്നുണ്ട്, നമുക്ക് അത്രയും എന്താ പറയാ ദേഷ്യം വരുന്ന അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് വരുമ്പോഴാണ് ഒരാളെ നമ്മൾ ചീത്തെങ്കിലും പറയാം നമ്മുടെ വീഡിയോനകത്ത് അല്ലെ. ഇപ്പൊ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാവും നിങ്ങൾ. ഞാൻ വല്ല ഈ പീഡിപ്പിക്കുന്നവരോ കൊലപാതകികളോ കുട്ടികളോ ഉപദ്രവിക്കുന്നവരൊക്കെ വരുമ്പോഴാണ് ഞാൻ തെറി പറയാറ്. അല്ലാത്ത പക്ഷെ ഞാൻ പറയാറില്ല. ഇയാളുടെ മനസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇയാളുടെ മനസ്സാണ് ആ കണ്ടത്. ഇത് പുറത്തേക്ക് തിരിച്ചിട്ട് ആ ഒരു കോലിന് മുകളിൽ വട്ടം കാണിച്ചത്. അത് പച്ച അപരാധാണ് ഇയാളിപ്പോ ചെയ്തു വെച്ചത് വീഡിയോനകത്ത്. എന്നിട്ടാണ് മൂപ്പര് വന്നിട്ട് നന്മമരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിനകത്ത് ഫുള്ള് ഇതാ. അത്ര വിചാരിച്ചാ മതി. ഇത് കഴിഞ്ഞോട്ടം തുപ്പലോണ്ട് മറ്റേ ക്യാമറ തുടച്ചപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാണ് ഇതിന്റെ ഇത്ര പ്രതീക്ഷിച്ചാ മതി എന്നുള്ളത്. മനസ്സിലായോ? ഇനി വന്നിട്ട് അടുത്ത് പറയുന്ന ഡയലോഗ് എന്താ അറിയോ? അത് കേട്ടോണ്ട് വേറെ സാധനം അടിക്കുന്നുണ്ട്. ഇനി അത് ഞാൻ കാണിപ്പിച്ചിടാം. കൂടെ ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിലായാലും വിശന്ന് കാശില്ലാതെ വരുന്നവർക്ക് കൊച്ചിയിൽ ഞങ്ങൾ ഏത് ബ്രാൻഡിലായാലും ഫ്രീ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലായാലും ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ അരി എത്തിക്കാനേ ശ്രമിക്കുന്നത്, മുടക്കാൻ ശ്രമിക്കുന്നില്ല. അരി എത്തിക്കാനേ ശ്രമിക്കുന്നുള്ളൂ, മുടക്കുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ്. നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുത്തോ. പക്ഷെ ആ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നത് ഈ ഒളിക്യാമറ വെച്ച പോലെ അതൊരു പ്രൊമോഷന് വേണ്ടി മാത്രം ഒരു ക്യാമറ വെച്ച് ആരോഗ്യോ ഞാൻ നന്മയാണേ ചെയ്യുന്നത്, ഏതോ ആൾക്കാരോ ഒന്ന് വീഡിയോ എടുക്കണോ, ഞാൻ നന്മ ചെയ്യണ കാണിച്ചു കൊടുക്കണോ, അത് കാണിക്കാൻ വേണ്ടി അതൊരു പ്രൊമോഷൻ ആക്കി ബിസിനസ് ആക്കുമ്പോ, നന്മ ചെയ്യുന്നത് ഒരു പ്രൊമോഷൻ ആക്കി ബിസിനസ് ആക്കുമ്പോഴാണ് എന്ത് ചെയ്തത് വന്ന് ക്രിട്ടിസൈസ് ചെയ്തത്. ഇയാൾക്ക് സിനിമയിലൊന്നും അവസരം കിട്ടാതെ ഞാൻ ആലോചിക്കുന്നത് എന്തൊരു നാച്ചുറൽ അഭിനയമാണ് കാണിക്കുന്നത്. അഭിനയത്തിനേക്കാൾ നല്ലത് നേരത്തെ റെഫറൻസ് വെച്ചല്ലോ, ഡയറക്ടർ ആവാ, അഭിനേതാവ്, ആക്ടർ ആവാ, എന്തൊക്കെ കഴിവ് ഇയാൾക്കുള്ളത്. ഇപ്പൊ പറഞ്ഞ അരി മുടക്കാനല്ല, എല്ലാവർക്കും അരി മേടിച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞത്. കുറച്ചു കാലം മുന്നേ അണ്ണൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അണ്ണൻ ആരെയും ഹോട്ടൽ പൂട്ടിച്ചതും അല്ലെങ്കിൽ വ്ളോഗ് ചെയ്ത് ഉപദ്രവിച്ചതും എന്റെ അറിവിലില്ല, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു ഡയലോഗ് മൂപ്പർ അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങളൊന്ന് കാണണേ. നെയ്യിന്റെ തീരെ ഫ്ലേവർ ഇല്ല. നമസ്കാരം, ഞാൻ നജിയ. 5 വർഷം മുമ്പുണ്ടായ ഒരു കഥ ചൊല്ലട്ടുമാ. ഇപ്പം എയറിലായ ഒരു പ്രമുഖ വ്ളോഗറിന്റെ കഥയാണ് കേട്ടോ. അന്ന് വെറും 25 ബിരിയാണി മാത്രം വിറ്റുകൊണ്ടിരുന്ന ഒരു പാവം ഹോം ഷെഫായ ഞാൻ, പേര് നജിയയെ അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തെ അന്നത്തെ ഒരു പ്രമുഖ ഹോട്ടൽ, ബിരിയാണി മാത്രം സെയിൽ ചെയ്യുന്ന, ദിവസം ഒരു 400-500 ബിരിയാണിയോളം സെയിൽ ചെയ്യുന്ന ഒരു പ്രമുഖ ബിരിയാണി റെസ്റ്റോറന്റിനെയും ചേർത്തിട്ട് നമ്മുടെ മൃണാൽ ചേട്ടൻ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്നെ തേച്ചൊട്ടിച്ച് പണ്ടാറടക്കി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് അതിന് പ്രതികരിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ ശരിക്കും പറഞ്ഞ ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ. കാരണം ചേട്ടന്റെ ആ ഒറ്റ വീഡിയോയോട് കൂടി ഞാൻ എന്നെ രക്ഷപ്പെട്ടു. കാരണം ഇപ്പൊ 5 വർഷമായിട്ടുണ്ട് വെറും 25 ബിരിയാണി താഴെ കഷ്ടപ്പെട്ട് വിറ്റോണ്ടിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ. ആ അവസ്ഥയിൽ നിന്ന് താങ്കളുടെ എന്നെ തേച്ചൊട്ടിച്ച വീഡിയോയോട് കൂടി ഞാൻ ഇവിടെ അങ്ങ് നന്നായിപ്പോയി. ഇപ്പൊ തിരുവനന്തപുരത്തെ ടോപ്പ് 10 ബിരിയാണീസിൽ ഒന്നായി യമ്മി സ്പോട്ടിന്റെ, അതായത് ഞങ്ങളുടെ ബിരിയാണി മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ എനിക്കൊരു സംശയമുണ്ട് ചേട്ടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി ബിരിയാണി സെയിൽ ചെയ്യുന്ന ആ പ്രമുഖ റെസ്റ്റോറന്റിനെ ഒരു സാധാരണ ഹോം ഷെഫായ എന്നെയും തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള ചെയ്ത വികാരം എന്തായിരുന്നു ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്താണെങ്കിലും ഫൈനൽ റിസൾട്ട് അടിപൊളിയായിരുന്നു. അവിടെ നിന്നും സ്വന്തമായിട്ടൊരു ക്ലൗഡ് കിച്ചൺ തുടങ്ങാൻ പറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങളുടെ സ്വന്തം ഒരു ടേക്ക് അവേ കൗണ്ടർ
ട്രിവാൻഡ്രത്ത് ഓപ്പൺ ആക്കാൻ പോകുന്നുണ്ട്. ശരിക്കും നന്ദിയുണ്ട് ചേട്ടാ. ചേട്ടൻ എന്തായാലും ഇപ്പൊ എയറിലാണല്ലോ, ഇത് ചേട്ടനൊരു സമാധാനം ആയിക്കോട്ടെ. ചേട്ടനും അന്ന് ചേട്ടന്റെ ഒപ്പം നിന്ന ഒരു പ്രമുഖ റെസ്റ്റോറന്റ് മുതലാളിക്കും ചേർത്തിട്ട് എന്റെ നന്ദി. കർമ്മ എന്ന് പറഞ്ഞ സാധനമുണ്ട്, മനസ്സിലായോ? ഈ കുട്ടി ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ? നീ എന്താ നേരത്തെ പറഞ്ഞത്? അയ്യോ ഞാൻ ആരും അന്നം മുടക്കാറില്ല, അരി മുടക്കാറില്ല. ഏതോ ഒരു വേറെ റെസ്റ്റോറന്റിന്റെ ആളെ കൂട്ടുപിടിച്ച് അവിടുത്തെ ഏറ്റവും ടോപ്പ് ഫെസിലിറ്റി ഉള്ള ഒരു ഹോട്ടലും ഒരു ഇടത്തരം ഒരു ഹോട്ടലിൽ ബിരിയാണി വെച്ചിട്ട് കമ്പയർ ചെയ്ത് ഈ ലേഡീനെ അന്ന് അനുഭവിപ്പിച്ച് വിട്ടതിന്റെ ഒരു കർമ്മം എന്തായാലും ഇതുപോലെ എത്രയോട്ടോ. ഇതൊരു എക്സാമ്പിള്. മൃണാല് ലൈഫിൽ ആദ്യം ആലോചിക്കേണ്ടത് അറിയോ? താൻ ചെയ്തു വെച്ച കാര്യങ്ങളും താൻ വന്ന വഴിക്ക് താൻ എന്തൊക്കെ കാണിച്ചു എന്നുള്ളതിനെ കുറിച്ചൊരു മിനിമം ബോധം ബുദ്ധി എനിക്ക് വേണം. ഇയാളുടെ സ്ഥായിഭാവം അഹങ്കാരാണ്, പുച്ചു അഹങ്കാരാണ്, അത് മാറില്ല. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടിയില്ലേ? അല്ല അയാള് പറയണ്ടേ, ഇയാൾ എന്താ പറയാ, ഞാൻ അന്നം മുടക്കിയിട്ടില്ല. കാരണം കണ്ടോ, ഞാൻ കാരണമാണ് ഇപ്പൊ ഫേമസ് ആയത്, ബിരിയാണി ആ പെൺകുട്ടി അത് ഇൻസൾട്ട് ആണ് മുരടി എന്ന് പറഞ്ഞ് എടുത്തോണ്ട് ആ കുട്ടി രക്ഷപ്പെട്ട്. പക്ഷെ ഇത് ഈ കുട്ടി ഇങ്ങനെ എടുത്തില്ല. ഈ കുട്ടി അയാളുടെ ഒറ്റ റിവ്യൂവിന്റെ മുകളിൽ തീർന്നോ ഇല്ലേ? അത്രേ ഉള്ളൂ. അതാ പറഞ്ഞേ. അപ്പൊ പഴയ വീഡിയോസ് കൊണ്ട് ആർക്കും ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ താനൊന്നും അതൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ സഹായിച്ചൂടെ, നിങ്ങൾക്ക് അത് യൂട്യൂബിൽ നിന്ന് മോണിറ്ററി ബെനിഫിറ്റ് മാത്രമല്ല, ആ കാലങ്ങളിൽ നിങ്ങൾ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടാവില്ലേ? അപ്പൊ ആ ടൈമിൽ അതിന്റെ പൈസയും മേടിച്ച് പാഷൻ എന്നുള്ള പേരിൽ ആ സാധനം മേടിച്ച് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ഇപ്പൊ വീഡിയോ ചെയ്യുന്നവരെ പുച്ഛം നമ്മൾ കണ്ടുകൂടാത്തവര്. അയാളിപ്പോ ലോ എടുക്കണ്, ബാക്കിയുള്ളൊരു കത്തിക്കറി വെള്ള ചെറിയൊരു അസൂയ, അത്രേ ഉള്ളൂ. ഒരാൾക്ക് റിവ്യൂ ചെയ്ത് അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 100 കണക്കിന് പേരുടെ അരി മുടക്കുന്നത് തിരിച്ചതാ ചോദിക്കാനുള്ള. ഒരാൾക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് പണ്ട് പാവങ്ങളുടെ കടയിൽ കയറിയിട്ട് അവിറ്റങ്ങളെ വയറ്റത്തടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അഗൈൻ ഐ എം റിപ്പീറ്റിംഗ്, ഉണ്ടായിരുന്നോ? ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അരി വാങ്ങിച്ചു കൊടുക്കാൻ ആലോചിച്ചൂടെ? എന്തെങ്കിലും ഉപകാരം ചെയ്തൂടെ? നാട്ടില് വെള്ളപ്പൊക്കൊക്കെ അല്ലേ? അവിടെ ഇവിടെ ഇരുട്ടത്ത് ഒളിച്ചിരുന്നിട്ട് ഈ വക സ്വന്തം അരിക്ക് വേണ്ടി എന്താ അക്രമം ചെയ്യാതെ? ആരാ മനുഷ്യ ഇരുട്ടത്ത് ലൈറ്റ് ഉണ്ട്, ഞങ്ങളുടെ കാറിനകത്ത് ലൈറ്റ് ഉണ്ട്. ഇവിടെ വെളിച്ചത്തിൽ വീഡിയോ ചെയ്യാറുണ്ട്, വെളിച്ചല്ലെങ്കിൽ ലൈറ്റ് ഇട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ഞാൻ ഒളിവിലല്ല. നാട്ടില് വെള്ളപ്പൊക്കം ഉള്ളപ്പോ ഞാൻ എന്റെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇന്നെ കൊണ്ട് പറ്റുന്ന അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ പോയി നിൽക്കണില്ല, ശ്രമിക്കാറ്. പോയതൊക്കെ മൂപ്പര് ഇഷ്ടം, ഇഷ്ടം. എമർജൻസി സിറ്റുവേഷൻ പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാം, അതൊക്കെ നിങ്ങളെ ഇഷ്ടം, നിങ്ങൾക്ക് എന്താണ് ചെയ്യാം. അതിലൊന്നും ഞാൻ ഇടപെടില്ല. നിങ്ങൾ ചെയ്യാതിരിക്കുക, വാട്ടെവർ. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നില്ല എന്നുള്ളത് ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഞാൻ അറിയിച്ചതും അല്ലെങ്കിൽ ഞാൻ അറിയിക്കാതെ അറിഞ്ഞതുമായിട്ട് ഞാൻ ചെയ്ത പല കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അതൊന്നും പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാനോ ചെയ്യാനോ പോയിട്ടില്ല, അല്ലെങ്കിൽ നടന്നിട്ടില്ല. ഓക്കെ, ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യുന്നത് പുറത്ത് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയും. അത് എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനോ അതൊരു ബിസിനസ് ആക്കാനോ ഞാൻ തീരുമാനിച്ചിട്ടില്ല, ചെയ്യാറുമില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞല്ലോ, ആർക്കെങ്കിലും അരി മേടിച്ചു കൊടുത്തൂടെ, മറ്റേത് ചെയ്തൂടെ, ഇത് നിങ്ങൾ പറയുന്നതാണ്, നിങ്ങൾ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിക്കാണ്. ഞാൻ എഗെയിൻ പറയുന്നു, എൻ്റെ നാട്ടില് മലപ്പുറത്ത് ഇഷ്ടം പോലെ ഹോട്ടലുകളിൽ ഇതേപോലെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ് കയറി ചെന്നിട്ട് വയറിറച്ചിട്ട് പള്ളറച്ച് കഴിച്ചിട്ട് പോയിക്കോ എന്ന് പറയുന്ന ആൾക്കാർ എനിക്കറിയാം. കേരളത്തില് പല ഹോട്ടലുകളിലും നിങ്ങൾ ഈ പറഞ്ഞ ചാരിറ്റി ബിസിനസ് ആക്കാതെ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കൂടി, ഒരു A4 ഷീറ്റ് പേപ്പറിൽ എഴുതി വെക്കും, നിങ്ങളുടെ കയ്യിൽ കാശില്ലേ, നിങ്ങൾ വിശക്കുന്നവരാണോ, ആരോടും ഒന്നും പറയണ്ട. ഞാൻ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ വയ്ക്കാം. ഇനി ഞാൻ ആ ഹോട്ടലിൽ നിന്ന് കാശ് വാങ്ങിയെന്നോ അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുത്തു എന്ന് പറയണ്ട, ഹോട്ടലൊന്നും ഞാൻ പറയുന്നില്ല. അറിയുന്ന ഒരു കമന്റ് ബോക്സിൽ ഇട്ടോ, ഒരു ഹോട്ടലിന്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്, ഈ ഹോട്ടലിൽ വന്നിട്ട് ഫുഡ് കഴിക്കാം, നിങ്ങളതിൽ പൈസ ഇല്ലേ, ഞങ്ങൾ നിങ്ങളെ വീഡിയോ എടുത്ത് നിങ്ങളെ വിൽക്കാൻ പോകുന്നില്ല, നിങ്ങളെ 10 ആളെ പബ്ലിസിറ്റി ആക്കാൻ പോകുന്നില്ല, ഞങ്ങളുടെ ഏതെങ്കിലും ഒരാളുടെ അടുത്ത്, ഒരു ബെയറുടെ അടുത്ത് വന്നിട്ട്, ഒരു അറ്റൻഡർ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെവിയിൽ പറയാം, കാശില്ല പൊയ്ക്കോന്ന് പറയും. മാന്യതയാണ്, മനസ്സിലായി? വിൽക്കാൻ നടന്നിട്ടില്ല. താനങ്ങനെയല്ല, തനിക്കത് വിൽക്കണം, അവിടെയാണ് പ്രശ്നം. എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ ഓപ്പൺ കിച്ചൺ മുതല് നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങള് ഞങ്ങളോട് ചോദിച്ചിട്ടാണോ നല്ലിരിക്കുന്നത്?
അതെ, എന്നോടൊന്നും ചോദിച്ചിട്ടല്ല നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. ഓപ്പൺ കിച്ചൺ ഒരു ഹോട്ടലിൽ വെച്ചത് എന്തോ പുണ്യപ്രവർത്തിയാണ്. മനസ്സിലായോ? ഭയങ്കര പുണ്യപ്രവർത്തിയാണ്. അപ്പുറത്തെ ഓപ്പൺ കിച്ചൺ, ഇപ്പുറത്തെ ഈച്ച. പുണ്യപ്രവർത്തി അല്ല, ഞാൻ പറയാ, ആ കാലങ്ങളിൽ നിങ്ങൾ ഏറെ പോയിരുന്നത് എന്തിനാ? ഈ ഓപ്പൺ കിച്ചൺ വെച്ചോണ്ടാണോ? ഓപ്പൺ കിച്ചനെ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടോ മിസ്റ്റർ മൃണാൽ? ഏതെങ്കിലും ഒരു വ്യക്തി ഓപ്പൺ കിച്ചൺ ഉള്ളത് കൊണ്ട് ആരെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞോ, അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് ഒരു നല്ലത് ആരെങ്കിലും പറഞ്ഞോ? കഴിക്കാൻ വരുന്നവൻ ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞു. ഇനി ഓപ്പൺ കിച്ചൺ നിങ്ങൾ പറഞ്ഞല്ലോ, എന്താണ് നിങ്ങളുടെ ഓപ്പൺ കിച്ചൺ? ഞാൻ ആ ഹോട്ടലിൽ വന്നൊരു വ്യക്തി, എന്താണ് നിങ്ങളുടെ ഓപ്പൺ കിച്ചൺ? ഹോട്ടലിൽ ഒന്ന് കഴിച്ച എന്താണ് ഓപ്പൺ കിച്ചൺ? ബിരിയാണിയും സാമ്പാറും പപ്പടവും സാധനവും ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഫുൾ ടൈം കാണിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണോ അത്? ഹംഗ്രി മൃണാൽ പോയവരെന്ന് പറ. അതിന്റെ ഫ്രണ്ടില് കണ്ണാടി ഉണ്ട്. കണ്ണാടിന്റെ ബാക്കിൽ ഒരാൾ നിന്നിട്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കൊണ്ടു വെച്ച സാധനങ്ങൾ, എന്താ മാൻമിരിയോ ആ സാധനത്തിന്റെ പേരെന്താണ്? ഈ മറ്റേ ഇത് ഫുഡ് എടുത്ത് വെക്കുന്ന ചൂടാറ മറ്റേ സാധനം വെള്ളം കൊണ്ട് വെച്ചിട്ടുള്ള മെയിൻമേരി, അങ്ങനെ എന്താണ് അതിന്റെ പേര്? ടെക്നിക്കലി നമ്മൾ ഹോട്ടൽ ഫീൽഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത്രയ്ക്ക് അറിവുള്ളൂ എന്ന് വിചാരിച്ചു. കൺസൾട്ടന്റ് അല്ല, നമുക്ക് കാശ് കൊടുക്കാതെ തിന്നാൻ അറിയാം. നല്ല ഫുഡാണെങ്കിൽ നല്ല പറയും, ഇല്ലെങ്കിൽ മോശം പറയും. അപ്പൊ ഈ സാധനത്തിന്റെ അകത്ത് നിങ്ങളുടെ സ്റ്റാഫുകൾ ഫുഡ് എടുത്ത് തരിക, എന്നിട്ട് അത് നമ്മൾ ബൗളിൽ മേടിച്ചിട്ട് പോവാന്നാണ്. അല്ലാതെ എനിക്ക് ഹംഗ്രി മൃണാലിൽ ഒന്ന് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് അവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതോ അവിടെ സാമ്പാർ ഉണ്ടാക്കുന്നതോ അവിടെ ബിരിയാണി ഉണ്ടാക്കുന്നതോ ഇങ്ങനെ നോക്കിക്കാൻ പറ്റുമോ? വാട്ട് ഈസ് എ പ്രോസസ് എന്നുള്ളത്, ആ പ്രൊസീജിയർ നമുക്ക് നോക്കിക്കാൻ പറ്റുമോ? എന്നാൽ വാട്ട് ഈസ് ഓപ്പൺ കിച്ചൺ? ഓപ്പൺ കിച്ചൺ പറഞ്ഞാൽ അങ്ങനെ ഓപ്പൺ ആവണം. അങ്ങനെ ഒരു കിച്ചൺ ഉണ്ട് ഞങ്ങളെ നാട്ടിൽ, ഡെലീഷ്യ കാസ്കേഡ് അണ്ടർഗ്രൗണ്ടിൽ വന്നിട്ടേ ഓപ്പൺ കിച്ചണാ, ഫുള്ള് കണ്ടാറിയാ. നോക്കി അവിടുത്തെ ഓവനും അവിടെ കട്ടിങ്ങും ഒക്കെ അറിയാം. ഇല്ലെങ്കിൽ ഇനി പെരുന്തവണ ഗ്രീൻ ടേബിൾ ഓപ്പണാ, പോയി നോക്കി അങ്ങനെ കാണാൻ പറ്റും. മണിയേട്ടൻ്റെ ഹോട്ടല് ഇഷ്ടംപോലെ ഓപ്പൺ കിച്ചൺ നിരത്തി കൊണ്ടുപോയി കാണിച്ചു ചെയ്യും. ആ ബാംഗ്ലൂർ പാരഗൺ ഓപ്പൺ കിച്ചണാ, നിരത്തി ഇരുന്ന് കാണിച്ചു തരും. ഇനി നിങ്ങൾക്ക് ഒരു ഓപ്പൺ കിച്ചൺ ടൂർ അടിക്കണോ, ഡെലീഷ്യക്ക് വരും കാസ്കേഡിക്ക്. അവിടെ തലയിലാ നെറ്റ് ഇട്ടിട്ട് ആർക്കും വേണമെങ്കിൽ കയറി ചെന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കണ്ടിട്ട് തിരിച്ചു വരാം. അതൊക്കെയാണ് ഓപ്പൺ കിച്ചന്റെ കോൺസെപ്റ്റ്. പറയാണ്ടേ? അല്ല, അതാണ് ഓപ്പൺ കിച്ചന്റെ കോൺസെപ്റ്റ്. എന്നിട്ട് പറയാ ഈ ഓപ്പൺ കിച്ചൺ വെച്ചത് എന്തോ നന്മമരാണ്. ഓപ്പൺ കിച്ചൺ ഉള്ളത് ഭയങ്കര റോട്ടിലുള്ള തട്ടുകട ഓപ്പൺ കിച്ചണാ. മനസ്സിലായത്? ഓപ്പൺ ആണ്, നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്തുണ്ടാക്കുന്നു എന്തുണ്ടാക്കുന്നില്ല, എങ്ങനെയാണ് നമ്മളെ കണ്ണിന് മുന്നിലിട്ടാ ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? എത്ര കാലത്തെ പരിചയോ എന്തൊക്കെയുണ്ട്. കുറച്ച് ദിവസമായി ഓപ്പൺ കിച്ചൺ വെച്ച് തള്ളാൻ തുടങ്ങിയിട്ട്. ഞാൻ പിന്നെ എന്താ പറയാ, വേണ്ട നല്ലതാണെങ്കിൽ നല്ലത് പോട്ടെന്ന് വിചാരിച്ചു വിട്ടതാ. വീണ്ടും അതിക്കന്നെ കൊണ്ടുവരുന്നു. ഞാൻ പറയട്ടെ, ഇത്രയും കാലമായിട്ട് കൺസൾട്ടന്റ് ഓപ്പൺ കിച്ചൺ എന്താ അറിയില്ല. അതിലും വലുത് പാരമ്പര്യം. ഇതാണ് അടുത്ത ദുഷിപ്പ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യം. എന്ത് പാരമ്പര്യം മൃണാലേ? അല്ല, ഞാൻ അപ്പൊ താനൊരു അപ്പർ ക്ലാസ്, ഒരു ഭയങ്കര ആഢ്യത്വമുള്ള ഒരാള്, നമ്മളൊക്കെ മറ്റത് അല്ലേ? എന്താണ് ഈ പാരമ്പര്യം കൊണ്ട് താൻ ഉദ്ദേശിച്ചത്? താൻ ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ നാട്ടില് ഇന്നൊരാള് ഏറ്റവും കൂടുതൽ എടുത്തു കളയാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്? ഒരാളുടെ ഈ ജാതി മതം വെച്ചിട്ടുള്ള പരിപാടികൾ. മനസ്സിലായോ? എല്ലാവരും അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാണ്, ഈ ജാതി മതം സാധനം. അവിടെയാണ് താൻ ആരാ പാരമ്പര്യം പറയാറ്? എപ്പോഴും അപ്പർ ക്ലാസ്സിലുള്ളവരാണ് എന്ത് പറയാറ്? പാരമ്പര്യത്തിനെ കുറിച്ച് പറയാറ്. എന്റെ പാരമ്പര്യം. എന്ത് പാരമ്പര്യം? ഇത് തന്നെയാണ് താൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് KICന്റെ മറ്റേ ഫസ്റ്റ് മീറ്റിങ്ങിന് വന്നു പോയ സമയത്തേ തൻ്റെ ഇതേ ദുഷിച്ച മനസ്സുകൊണ്ടാണ് താൻ മറ്റത് പറഞ്ഞത്. ഒരു വർഗീയ പരാമർശം നടത്തി. ഏത്? മുസ്ലിം നാമധാരികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ എന്നുണ്ട്. തൻ്റെ മനസ്സിന്റെ ദുഷിപ്പാണ് നേരത്തെ മുട്ടയ്ക്ക് വേറെ ഒരു സാധനം കാണിച്ചതും ഈ പാരമ്പര്യം വിളിച്ചു പറഞ്ഞതും. ഇതുകൊണ്ടാണ് മൃണാൽ ഇരുന്നു പോകുന്നത്. ഇതുകൊണ്ടാണ് നാട്ടുകാരുടെ മുന്നിൽ താൻ എക്സ്പോസ്ഡ് ആയിട്ട് പോകുന്നത്. ഇതുകൊണ്ടാണ് പറയുന്നത് വായടച്ചിരിക്കാൻ പറയുന്നത്. ഇതുകൊണ്ടാണ് വായടച്ചിരിക്കാൻ. എത്ര നന്മയിൽ ഉണ്ണിയായിട്ട് ഫേക്ക് ആയാലും ലാസ്റ്റ് ഈ സാധനം എത്ര കാണിക്കാൻ ശ്രമിച്ചാലും ആ ഉള്ളിലത്തെ ആ സാധനമായിട്ട് പുറത്തേക്ക് വരും. കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ ചിലത് കേട്ട് തെറ്റിദ്ധരിച്ച ചിലരുണ്ട്. അവരോടാണ്, നല്ല രീതിയിൽ നടക്കുന്ന കട ഞങ്ങൾ കൂട്ടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇന്നും വരാം, നാളെയും വരാം. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ മിണ്ടാതിരിക്കാറാണ് പതിവ്. ഞാൻ ഇപ്പോഴും മിണ്ടാതിരുന്നേനെ. എന്റെ ചിരി അവസാനിപ്പിക്കാൻ, എന്റെ ശബ്ദം ഇല്ലാതാക്കാൻ, എന്നെ തന്നെ അവസാനിപ്പിക്കാൻ. ഇയാളെ ചിരി കാണുമ്പോ അത് ഫേക്ക് ചിരിയാന്നൊന്ന് പറഞ്ഞുപോയി. അതൊന്ന് സത്യസത്യ കാര്യമാണ്. കണ്ട ഒരു ഫേക്ക് തന്നെ തോന്നും. രണ്ടാമത്
ഇത് കഴിഞ്ഞിട്ട് ഈ ഫേക്ക് ചിരി പോട്ടെ, ഇയാളെ ആര് നിശബ്ദരാക്കി? ഞങ്ങൾ ആരാ മൃണാലെ തന്നെ നിശബ്ദരാക്കാൻ? നമുക്ക് വേറെ ഇവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉള്ള നാടാണ്. ഫ്രീഡം ഓഫ് തോട്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ഡബിൾ മീനിങ്ങിൽ നമുക്കൊരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ തനിക്കത് ചെയ്യാം. ഡബിൾ മീനിങ്ങിൽ ഒരു സാധനം പറഞ്ഞിട്ട് അതിന് റെഫറൻസ് പോലെ ഒരു സാധനം കാണിച്ച് തനിക്ക് വീഡിയോ ചെയ്യാം. തനിക്ക് വേറെ ഒരാളുടെ എന്തിനെ കുറിച്ച് പറയാം? ഈ പറഞ്ഞ മറ്റേ ജാതിയല്ല, ഇതിനെ കുറിച്ച് ഫുഡല്ലടി, പാരമ്പര്യത്തിനെ കുറിച്ച് പറയാം ഇല്ലേ? ഇങ്ങനെയൊക്കെ തനിക്ക് പറയാം. നമ്മളത് പറയുന്നില്ല. കാരണം എന്താ അറിയോ? നമ്മളും താനും തമ്മിലുള്ള വ്യത്യാസം. ദാറ്റ്സ് എ ഡിഫറൻസ്. മനസ്സിലായില്ലേ? എന്നിട്ട് താൻ പറയാണ് താനാണ് വിക്ടിം കാർഡ്, താനാണ് വിക്ടിം കാർഡ്, തന്നെ ആരൊക്കെയോ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ നോക്കും. അങ്ങനെ പറയുമ്പോ നേരത്തെ ആ ലേഡി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, വേറെ ഏതൊരു ഹോട്ടലിന്റെ ഓണറെ കൂട്ടുപിടിച്ചെന്നുള്ള ഡയലോഗ്. അപ്പൊ പേടി ഉണ്ടാവും. എന്ത് ഇതൊക്കെ തിരിച്ചു വരുമോ എന്നുള്ളത്. ഞാൻ മൃണാലിനോട് 100% വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ മൃണാലിനെതിരെ വീഡിയോ, അല്ലെങ്കിൽ എതിരെ എന്ന് പറയണ്ട, എൻ്റെ പേഴ്സ്പെക്റ്റീവ് പറഞ്ഞ് ചെയ്ത വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ തോട്ട് പ്രോസസ്സ്. എനിക്ക് കണ്ടപ്പോൾ തോന്നി പറയാൻ ഞാൻ വളരെ മാന്യമായിട്ട് അത് പറഞ്ഞിട്ട് പോയി. മനസ്സിലായില്ല? ഇനി താൻ അതിനൊരു നറേറ്റീവ് ഉണ്ടാക്കണ്ട, ഞങ്ങളൊക്കെ കാശ് വാങ്ങി തനിക്കെതിരെ. അങ്ങനെ തനിക്ക് എല്ലാ ഓണേഴ്സിനെയും അറിയാലോടോ. പാരഗണിന്റെ ഓണർ അറിയാം, അൽസാജിന്റെ ഓണർ അറിയാം. നമ്മൾ ഇത്രയും കാശൊക്കെ വാങ്ങി ഇതിനെ മാത്രം പ്രതികരിക്കാൻ ഇയാളാരാ? മെയിൻ ബിസിനസ്മാൻ. ഞാനിപ്പോഴും തിരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഇപ്പൊ സംസാരിക്കേണ്ടി വന്നത് 100 കണക്കിന് പേരുടെ അന്നം മുടക്കാൻ അവർ ശ്രമിക്കുന്നത് കാണുമ്പോഴാണ്. നിങ്ങൾ നല്ലത് എന്തെങ്കിലും ചെയ്യ്, അതല്ലേ നല്ലത്. നല്ലത് ചെയ്താൽ നല്ലത് വരും. ഞാൻ ഇപ്പൊ കാനഡയിലാ, അടുത്ത ആഴ്ച നാട്ടിൽ വരും. ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആവശ്യങ്ങളുണ്ടാവും. സദ്യ നല്ല ക്വാളിറ്റിയിൽ ഗംഭീരമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കും. ആരോടും ചോദിച്ചിട്ടല്ല, അത് ഞങ്ങളുടെ മഹിമ. അത് ഒരുമിച്ചിരുന്ന് പായസൊക്കെ കൂട്ടി സുഖമായിട്ട് കഴിക്കാം. നല്ലത് കൊടുത്തോ? ലേറ്റ് ആവണ്ട, ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോ. നമുക്ക് ഞങ്ങൾ എന്തായാലും വരും. കാരണം അറിയോ, നിങ്ങളുടെ പ്രൊമോഷൻ ഈ ഗിമിക്കുകളെ അതിന് പ്രശ്നമുള്ളൂ. അല്ലാത്ത അവിടുത്തെ എന്താ പറയാ, കോൺസെപ്റ്റ് വാസ് ഗുഡ്, അത് അടിപൊളിയാണ്, ഈസ് ഗുഡ്. ആൻഡ് ഈ പറഞ്ഞ ഫുഡ്, ചില സാധനങ്ങളൊക്കെ മോശമാണ്, ചില സാധനങ്ങൾ ഓക്കെയാണ്. അത് അന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം. ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ക്യാഷും വെച്ച് നോക്കുമ്പോൾ അത്ര ഇല്ല. ചില സാധനങ്ങൾ നല്ലതാണ്. അതിപ്പോ എല്ലാ ഹോട്ടലിലും അങ്ങനെയാണല്ലോ, ചിലത് നല്ല, എല്ലാ ഫുഡും നന്നാവണമെന്നൊന്നുമില്ല. കോൺസെപ്റ്റ് നല്ലതാണ്, വന്ന് കഴിക്കാൻ തോന്നിയാൽ നമ്മളൊക്കെ വന്ന് കഴിക്കൂടി. നമുക്ക് അങ്ങനത്തെ ഇല്ല, പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നുമില്ല. പക്ഷെ താങ്കളുടെ ഹോട്ടലിലുള്ള ചില സ്റ്റാഫുകൾക്ക് നമ്മളൊക്കെ കാണുന്ന സമയത്ത് ചെറിയ ഇടയ്ക്കിടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഒക്കെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ബ്രില്യൻസ് അല്ല, ഇടയ്ക്ക് സംസാരിക്കുമ്പോ പുറത്ത് വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോ നാട്ടിലെ പുറത്ത് അവിടെ വെള്ളപ്പൊക്കം ഇല്ലെന്ന് കാണിക്കുന്ന. അതാണ് ചിലപ്പോ, അല്ലെങ്കിൽ ഹോട്ടലാന്ന് മനസ്സിലാവില്ല, വെറുതെ നാട്ടിലാന്ന് വിചാരിച്ചാലോ വിചാരിച്ചിട്ടോ. നമ്മുടെ നാട്ടിലെ ഒരു വ്ളോഗേഴ്സിനും ശരിക്കും വിവരം എന്ന് പറയുന്നത് അടുത്തുകൂടി പോയിട്ടില്ല. എക്സെപ്റ്റ് ഫ്യൂ വ്ളോഗേഴ്സ് ഓർ ചാനൽ. അതായത് വളരെ അപൂർവം ചാനൽസിനും വ്ളോഗേഴ്സിനും ഒഴികെ വിവരം എന്ന് പറയുന്നത് അടുത്തുകൂടെ പോയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നല്ലൊരു ബുക്ക് പോലും ജീവിതത്തിൽ വായിച്ചിട്ടുണ്ടാവില്ല. ഒരു ന്യൂസ് പേപ്പറിന്റെ എഡിറ്റോറിയൽ എന്താ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. ഇവരാണ് മറ്റുള്ളവരെ കുറിച്ച് ഒപ്പീനിയൻ പറയുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ കൂടെ ഇതുപോലുള്ള വ്ളോഗേഴ്സിന്റെ കൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ഫോർ വിവരമില്ലായ്മയ്ക്ക്. ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത് ദാറ്റ്സ് എ ഫൗണ്ടേഷൻ ഓഫ് ഹ്യൂമാനിറ്റി അല്ലേ? മനുഷ്യത്വത്തിന്റെ ബേസാണത് ഫ്രീ സ്പീച്ച്. അതൊക്കെ തടയുന്ന രീതിയിൽ സംസാരിക്കുന്ന വ്ളോഗേഴ്സ്, ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്താ കഥ? ഇവരൊക്കെ എവിടുന്ന് വരുന്നു ആവോ? എങ്ങനെയാണ് ഇവർക്ക് ഈ രീതിയിൽ പറ്റുന്നത്? മേ ബി ചെറുപ്പത്തിൽ അതിൻ്റെ എടുത്തിയാട്ടം, അല്ലെങ്കിൽ അതിൻ്റെ വിവരമില്ലായ്മ. മറ്റേ ജഗതി ഒരു സിനിമയിൽ പറഞ്ഞ പോലെ അറിവില്ലായ്മയിൽ നിന്നും വെളിവില്ലായ്മയിൽ നിന്നുമാണ് തെറ്റുണ്ടാവുന്നത്. അറിവില്ലായ്മ, വെളിവില്ലായ്മ, ഇതൊക്കെ സാധാരണയാണ്. എനിക്കും ഉണ്ടാവാം, നിങ്ങൾക്കും ഉണ്ടാവാം, ആർക്കും ഉണ്ടാവാം. പക്ഷേ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു ബേസിക് റെസ്പോൺസിബിലിറ്റി ഒരാൾ കാണിക്കണ്ടേ? കുട്ടികൾ കാണുന്നില്ലേ, യൂത്ത് കാണുന്നില്ലേ ഈ സംഭവങ്ങൾ? അപ്പം അവർ വിലയിരുത്തില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ചോദ്യം ചെയ്യപ്പെടില്ലേ?
ഇവരെയൊക്കെ കുറിച്ച് ആൾക്കാർ അയച്ചു തരുന്ന മെസ്സേജുകളും കാര്യങ്ങളും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട് ഈ ആൾക്കാരെ കുറിച്ചിട്ട്. കുറച്ചൊരു കുറച്ചൊരു എന്തെങ്കിലും ഒരു കൊള്ളാവുന്ന പുസ്തകം വായിക്കുകയെ, അല്ലെങ്കിൽ കൊള്ളാവുന്ന ആൾക്കാർ ചെയ്തിട്ടുള്ള സിനിമകൾ കാണുകയെ, അതും അല്ലെങ്കിൽ കൊള്ളാവുന്ന ആളുകളോട് സംസാരിക്കുകയെ. കൊള്ളാവുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളരെ വിവരമുള്ള പ്രൊഫസർമാരുണ്ട്, വിവരമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ ഇടയ്ക്കൊന്ന് കാണുക, പോയി സംസാരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ലീഡ് കോളേജിന്റെ തൊമ്മൻ ഇതിൽ ഒരു എക്സ്പോസ്ഡ് 10 ആയി മിനിറ്റ് അദ്ദേഹത്തിനോട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആരോ കിട്ടുന്ന അയച്ചൊരു കമന്റ് ആണ് ആദ്യം ഇൻഫർമേഷനും വായിച്ചത്. കാര്യങ്ങളൊക്കെ ഈ ഭയങ്കര നാട്ടിൽ വലുതാണ്. തൂഫാൻ പോലെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വ്ളോഗേഴ്സ്, വിവരമില്ലാത്ത വ്ളോഗേഴ്സ്, മിസ്റ്റർ മൃണാൽ ഇതിനകത്ത് വീഡിയോ ഇട്ട് അതിൽ നിന്ന് ഇവിടേക്ക് ഡോളർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അത്യാവശ്യമുള്ള ഒരു തരാം, തൻ്റെ അത് എവിടെ പോയി എന്ന് എനിക്കറിയാൻ പാടില്ല, കാരണം എനിക്കിപ്പോൾ വ്യൂ ഇല്ല. അത് താൻ വിട്ടുപോയി, കാരണം പണി അറിയാവുന്നവർ വന്നപ്പോൾ താൻ ഫീൽഡ് ഔട്ടായി പോട്ടെ. താനിപ്പോൾ ഈ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഈ പറഞ്ഞ എന്താ ഒരു മാന്യത വേണ്ടേന്ന്, വ്ളോഗിങ്ങിൽ മാന്യത. അതെ, മുട്ട എന്ന് പറയുമ്പോൾ റെഫറൻസിൽ ഒരു സാധനം വെച്ചിട്ട് അതിന് മുകളിൽ കാണിക്കുന്നതും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളവരെ എല്ലാരും ഒരു പുച്ഛത്തില്, അതായത് സ്ഥായിഭാവം അഹങ്കാരം പുച്ഛാണ്, അത് മാറില്ല, അത് എവിടെ ഇരുന്നാലും മാറില്ല. അതെ, നീ ഒന്ന് കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴേക്കും ആ ഭാവത്തിലും ചിലപ്പോൾ ഉറങ്ങുണ്ടാവുക. പിന്നെ മറ്റേ വർത്താനം നേരത്തെ പറഞ്ഞത് അത് ഞാൻ വീണ്ടും മറന്നു പോവാണ്. ഇത് പറഞ്ഞല്ലോ നേരത്തെ പാരമ്പര്യം എന്താ അല്ല, ശരിക്കും പറഞ്ഞോ എനിക്ക് ഇയാളോട് എനിക്ക് സംസാരിക്കേണ്ടത് 10 മിനിറ്റ് വിവരം ഇയാളുടെ നിന്ന് കിട്ടണം. അല്ല, ഞാൻ ആലോചിക്കുക ഇനി മൂപ്പര് പറഞ്ഞ അടുത്തൊരു കാര്യം, ബുദ്ധിജീവികൾ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആളുകൾ ആരാണ് മിസ്റ്റർ മൃണാൽ? ഇവിടുത്തെ ഈ പ്രൊഫസർമാരും അല്ലെങ്കിൽ ഇവിടുത്തെ ഡോക്ടർ, താൻ ഇപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഈ നാട്ടിലെ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാൽ പ്രൊഫസർ, ഡോക്ടേഴ്സ്, ഇവരൊക്കെയാണ് നമുക്ക് ബുദ്ധിജീവികളായിട്ട് കാണുന്നത്. എടോ, ജീവിക്കാൻ വേണ്ടി ഒരു നേരം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം ആ വീട്ടിലേക്ക് സ്വന്തം ഫാമിലിക്ക് കാശും കൊണ്ടുവന്ന് ഭാര്യേനെയും മക്കളെയും വീട്ടിലുള്ളവരെയും മര്യാദയ്ക്ക് ജീവിപ്പിക്കുന്ന ഒരാണും അധ്വാനിക്കുന്ന ഒരു പെണ്ണും ഒരു വീട്ടിൽ അങ്ങനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ഉണ്ടാക്കുന്നവരും ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഉപദ്രവിക്കാതെ ജീവിക്കുന്നവരും ഒക്കെ എന്താണ് ബുദ്ധിജീവികളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കാശ് ഉണ്ടാക്കുന്ന ഒരാളോ പെണ്ണോ ആ ഒരു ബുദ്ധിജീവിയാണ്. ലൈഫ് എക്സ്പീരിയൻസ് മാറ്റേഴ്സ് മാൻ. എക്സ്പീരിയൻസ് ആണ്, വിചാരിക്കാത്ത ആൾക്കാർക്കാണ് വിവരം. ഇനി അതും പോട്ടെ, ഒരു കുട്ടി, ആ കുട്ടീനെ വരെ നമുക്ക് കണ്ടുപഠിക്കാം അല്ലേ? അങ്ങനെയാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. എനിക്കൊരു പ്രൊഫസർ അടുത്ത് പോയിട്ട് മാത്രം പഠിക്കണം, ഞാൻ അങ്ങനെ മാത്രം പഠിക്കുന്ന ഒരാളല്ല, മനസ്സിലായോ? പ്രൊഫസറിൽ നിന്നും പഠിക്കും, റോഡിലൊരു വെണ്ടറിൽ നിന്നും പഠിക്കും, ഒരു കുട്ടിയിൽ നിന്നും പഠിക്കും. എന്തിന് റോട്ടിൽ കൂടി പോകുന്നൊരു പശുവോ പട്ടിയോ വരെ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും അല്ലേ? അതാണ് ലോകം. അങ്ങനെ വേണം മനുഷ്യനായ. അല്ല, ഞാൻ പറയുന്ന പോലെ പുസ്തകം വായിച്ചാൽ മാത്രമേ ഇവിടെ കോണ്ടന്റ് ക്രിയേറ്റർ ആവാൻ പറ്റൂ. എഡിറ്റോറിയൽ പത്രത്തിൽ എഡിറ്റോറിയൽ വായിക്കണം. എനിക്ക് ഫുഡ് കൺസൾട്ടന്റ് കുറച്ച് വിവരം കിട്ടണം. ഒരു 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ വിവരം കിട്ടിയാലോ? അല്ല, ഈ എഡിറ്റോറിയൽ പേപ്പർ വായിക്കാന്നൊക്കെ മൂപ്പര് പറയുന്ന സാധനം ഉണ്ടല്ലോ, കാലം മാറി മാൻ, സ്മാർട്ട് വർക്ക്. ഈ പേപ്പർ ഉണ്ട്, ഇപ്പൊ ഈ പേപ്പറിൽ വായിച്ചാൽ മതി ഈ സാധനങ്ങൾ. വായിക്കണ്ട, എല്ലാരും പറഞ്ഞു വായിക്കും വേണ്ട, നേരെ കൊണ്ട് ജെമിനി റീഡ് ജെമിനി എന്ന് പറഞ്ഞാൽ വായിച്ചു തരൂ. മനസ്സിലായില്ലേ? കാലം മറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. യു ആർ ടു ഓൾഡ് ഫോർ ദിസ് അല്ലേ? ഈസ് ഹി ടു ഓൾഡ് ഫോർ ദിസ്? അതാണ് ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്. ടെക്കൊന്നും അറിയണ്ടാവില്ല ചിലപ്പോ, ഭയങ്കര പഴകിപ്പോയിട്ടോ. ഹനുമാൻ ഭായ് അണ്ണ ഹോട്ടൽ ഷോപ്കീപ്പർ എന്ന അരി അണ്ണ ഹോട്ടൽ പൂട്ടിക്കോ എന്ന് അരിയണ്ണൻ പറഞ്ഞ് ഞാനെന്ത് ചെയ്യാന്? അയാൾക്ക് അങ്ങനെ ആർക്ക് വേണേ എന്ത് വേണമെങ്കിൽ നാട്ടിൽ പറയാലോ. അവര് പറയുന്നത് പോലെ ഞങ്ങള് ജീവിക്കണം എന്ന് അവര് വാശി പിടിച്ചാൽ നടക്കില്ല. സി, ഈ രാജ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുള്ള രാജ്യത്തായാലും ഞാനുള്ള രാജ്യത്തായാലും നമ്മൾ ഒരുമിച്ചുള്ള രാജ്യത്തായാലും ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാനുള്ള ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണേൽ എന്ത് വേണേൽ പറയാം. പക്ഷേ എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരുടെ ജീവിതം, ഞങ്ങളുടെ ബിസിനസ്, ഞങ്ങളുടെ കാര്യങ്ങൾ ഇവനൊക്കെ പറയുന്നത് പോലെ നടന്നേ പറ്റൂ. ഇയാള് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ രാത്രി പച്ചവെള്ളം കുടിക്കാതെ എന്റെ വീട്ടിൽ ഡോർ അടച്ചിട്ട് മൃണാല് പൂട്ട് എന്ന് രാത്രി കാണാൻ പറയണേക്കെ ഹോട്ടലിൽ പൂട്ടിക്കൊരു വാശി പിടിച്ചിരിക്കുന്ന ഇടയ്ക്ക് കരച്ചിലൊക്കെ ഉണ്ട്. മൃണാളുടെ ഹോട്ടലിൽ പൂട്ട് പറഞ്ഞിട്ട്. എന്റെ പൊന്നളിയാ,
ബിസിനസ്സിൽ കുറെ അബദ്ധങ്ങൾ പറ്റി. ബിസിനസ് ഭയങ്കര വിഷയമാണ്, പല അബദ്ധങ്ങളും സംഭവിച്ചു, ബിസിനസ് അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലും കുറച്ച് മാസമായിട്ട് താങ്കൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്നതും, പിന്നെ വേറൊരു കാര്യമുണ്ട്, താങ്കൾ നേരത്തെ പറഞ്ഞൊരു സാധനമുണ്ട്, പലരും ഈ പറയുന്ന ആളുകളെ കുറിച്ച് ഇയാൾക്ക് മെസ്സേജ് അയച്ചു, ഇത് ഇങ്ങനെ വീഡിയോ ഇടുന്ന ഇപ്പൊ ഞാനൊക്കെ ഉണ്ടാവില്ല, ഇതിനെ കുറിച്ചൊക്കെ മെസ്സേജ് അയച്ചു കാണും പലരും. തന്നെ കുറിച്ച് വന്ന മെസ്സേജ് തൻ്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ പലരും അവിടുന്ന് പോകുന്നത്, തന്നോട് ചോദ്യങ്ങൾ ചോദിച്ച് തനിക്ക് ഉത്തരവില്ലാതെ പിന്നാലെ നടന്ന് ലാസ്റ്റ് താനത് പൈസ മെയിലിൻ്റെ മുകളിൽ മെയിൽ അയച്ചും പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുമാണ് താൻ പൈസ തിരിച്ചു കൊടുത്തത്. അവരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്തതാണ്. ഞാൻ ആദ്യം മുതൽ വീഡിയോ ഇടുമ്പോൾ ഞാൻ അതൊന്നും ഇവിടെ ഒന്ന് വിളമ്പിയിട്ടില്ല. തൻ്റെ സ്വെറ്റ് ഇക്വിറ്റിയും തൻ്റെ ഇവിടെ 80% ഷെയറിന് തള്ളും കുറേ ഐറ്റങ്ങളുണ്ട് മിസ്റ്റർ മൃണാൽ. അതൊക്കെ തൻ്റെ ബിസിനസ്. എനിക്ക് ആ ബിസിനസ്സിലേക്കൊന്നും പോകാൻ ഒരു താല്പര്യമില്ല. അതൊക്കെ തൻ്റെ തട്ടിപ്പോ വെട്ടിപ്പോ കഴിവോ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് എന്തോ ആയിക്കോട്ടെ, അത് ഏത് സെൻസിലുള്ള സാധനം ആയിക്കോട്ടെ, അങ്ങനെ തൻ്റെ പാർട്ട്നേഴ്സ് ആയിരുന്ന ആളുകളടക്കം എന്തിന് തൻ്റെ ചായക്കടയ്ക്ക് ഷെഡ് അടിച്ചവന് പൈസ കൊടുക്കാൻ വൈകിട്ട് അയാൾ വരെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ വലിച്ചു പറിച്ച് കൊണ്ടുപോകുന്നു. അതിൻ്റെ ഒക്കെ വോയിസും സാധനമൊക്കെ എൻ്റെ കിടക്കുന്നുണ്ട്. ഞാൻ ഇന്നേ വരെ ആ സാധനത്തേക്കൊന്നും ഞാൻ പോയിട്ടില്ല, തൊട്ടില്ല. അത് എൻ്റെ മാന്യത, മനസ്സിലായി, അത് എൻ്റെ മാന്യത. അപ്പൊ ഞങ്ങളെക്കുറിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെക്കുറിച്ച് അതിൽ ഇരട്ടി നമുക്ക് കിട്ടൂലോ. അതിന്റെ ലൈന് മനസ്സിലായി. തന്നെ കുറിച്ച് നമുക്ക് അതിന്റെ ഇരട്ടി കിട്ടും, പക്ഷെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്കൊന്നും അതിന്റെ ആവശ്യമില്ല. എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ എന്താണോ പബ്ലിക്കിൽ ഇടുന്നത്, ആ ഇടുന്നതിൽ നമുക്ക് എന്തെങ്കിലും ഒരു പെർസ്പെക്റ്റീവ് വെക്കാൻ തോന്നിയാൽ നമ്മളത് വെക്കും. ഓക്കെ, വളരെ മാന്യമായിട്ട് നമ്മളത് പറഞ്ഞിട്ട് പോകും. നമുക്ക് പുച്ഛമില്ല, പരിഹാസമില്ല, അതൊന്നുമില്ല. നമ്മൾ വളരെ ക്ലീൻ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ആൾക്കാരാണ്. ഇത് മറ്റേതാ ഞെട്ടിക്കലായത്. നിങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പലത് പിന്നളിൽ കിട്ടുന്നുണ്ട്. എന്നാ പിന്നെ അത് മനസ്സിലാക്കണ്ടേ തന്നെ കുറിച്ച് നമുക്കും കിട്ടുന്നുള്ളത്. ഇതൊക്കെ ചെറിയത് ഇങ്ങനെ ബാക്കിയുള്ള അരി പൊട്ടിക്കരുത് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട് എന്നുള്ളത്. ചേട്ടാ കുറച്ച് വിനയം വാരി വിതരണം ചെയ്യ്, രക്ഷപ്പെടും. എൻ്റെ പോന്നിടവേ, ജനിച്ചപ്പോ മുതൽ ഇങ്ങനെയാണ്. ഞാനിവിടെ എല്ലാവരുടെയും കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് എവിടെ പോയാലും. ഇതിപ്പം വിനയം വാരി വിതരണം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ഫേക്കായിട്ട് അഭിനയിക്കണ്ടേ? ഇത് ഞാൻ എന്ത് അതാണ് ഇപ്പൊ ആ കമന്റ് ഇട്ടവൻ പറഞ്ഞത് എന്താന്നുള്ളത് ലാസ്റ്റ് കാണിച്ചു കൊടുത്തല്ലോ. അളിയ വിനയം വാരി വെതറ് റെമോ വിക്രമിന് വെല്ലുവിളി. സിനിമയിൽ എന്താ അഭിനയിക്കുന്നത് ആലോചിക്കുന്നത്. ഫുഡ് വേണ്ട. അജ്മൽ ചേട്ടാ, എനിക്ക് നിങ്ങളെ ആദ്യം ഇഷ്ടമായിരുന്നു. ഷോപ്പ് തുടങ്ങിയ ടൈം നിങ്ങൾ ജനങ്ങളിൽ നിന്ന് അകന്നുപോയി. ഇപ്പോ നിങ്ങൾ അത് ചേർക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ എങ്ങും എത്തുന്നില്ല. എല്ലാം ശരിയാവും. മോനെ, എന്നെ നീ കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും? ഡു യു നോ വാട്ട് ഐ ആം? ഞാൻ എന്താ ചെയ്യുന്നത് എന്തെങ്കിലും നിനക്കറിയോ? ബേസിക്കലി ആരോ സോഷ്യൽ മീഡിയയിൽ എന്തോ എന്നെക്കുറിച്ച് പോസ്റ്റ് ചെയ്ത സാധനം കണ്ടിട്ട് യു ആർ ബീങ് ഇൻഫ്ലുവൻസ്ഡ്. അവർക്കൊക്കെ അജണ്ടകളുണ്ടോ, അവർക്കൊക്കെ ലക്ഷ്യങ്ങളുണ്ട്. ഈ ഷോപ്പ് തുടങ്ങിയ സമയം മുതൽ എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാതായ? ഷോപ്പ് തുടങ്ങിയത് തെറ്റാണോ? നല്ല ഭക്ഷണം ന്യായവിലക്ക് നാട്ടുകാർക്ക് കൊടുക്കുന്ന കടയല്ലേ അത്? അതൊരു തെറ്റായിട്ട് തൻ്റെ മുമ്പിൽ ആരാ അവതരിപ്പിച്ചേ? ഞാൻ പേഴ്സണലി എന്തെങ്കിലും തന്നോട് ചെയ്തതുകൊണ്ടാണോ തനിക്ക് ഇഷ്ടമല്ലാത്ത? ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തനിക്ക് തന്നെ മനസ്സിലാവും. നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഇങ്ങനെ അജണ്ട വെച്ചിട്ട് കാശ് മേടിച്ചിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അവരെ നിങ്ങൾ തിരിച്ചറിയല്ലേ വേണ്ടത്. ഇത് ട്വിസ്റ്റ് ചെയ്യുന്നത് ചില ആളുകളുടെ അജണ്ടയാണ്. ഇത് ട്വിസ്റ്റ് ചെയ്യുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവര് കാശ് വാങ്ങിയിട്ടാണ്, അവരുടെ പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളൊരു കാര്യം നിങ്ങൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഞാനും ഉണ്ടല്ലോ. ഇതില് ഞാൻ കാശ് വാങ്ങിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തത്.
എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ യൂട്യൂബ് റവന്യൂ അല്ലാതെ താൻ അറിയുന്ന തൻ്റെ ഏതെങ്കിലും ഒരു സോഴ്സ് 100 രൂപ ഇല്ലെങ്കിൽ എനിക്ക് ബൈ ഹാൻഡ് തന്നതായിട്ട് ഒരു ഇൻഫർമേഷൻ തനിക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ താനും തെളിയിക്കും. എടോ താൻ ഇപ്പോഴും മനസ്സിലാക്കാത്ത കാര്യം എന്താ പറയുക, ഒരു വളരെ ജെന്യൂൻ ആയിട്ടൊരു നല്ലൊരു കമന്റ്. അതായത് എന്റെ ഭാഗത്ത്, അതായത് ഞാനാണ് ഇപ്പൊ മൃണാലിന്റെ ഭാഗത്ത് തന്നെ ചിന്തിക്കും, ഓ അപ്പൊ എന്തോ സീനുണ്ട് പ്രശ്നം കൊണ്ടാവുന്നുള്ളതാണ് വിചാരിച്ച് നമ്മളത് എല്ലാം നൈസാക്കിയിട്ട് നറേറ്റീവ് ഉണ്ടാക്കി. ഇങ്ങനെ ചെയ്യുന്ന ഏറ്റവും വലിയ സാധനം എന്താ പറയുക, ഈസ് പ്രോപ്പർലി ക്രിയേറ്റിംഗ് എ നറേറ്റീവ്. എന്ത്, ഞാൻ ഹോട്ടൽ തുടങ്ങിയപ്പോഴാണ് എനിക്ക് നെഗറ്റീവ് വന്നത്, അതിന്റെ മുന്നേ ഷവർമ്മ കേസിൽ ഏറെ പോയത് ഇയാൾക്ക് അറിയില്ല, ഫുഡിന്റെ മറ്റേ എന്തൊക്കെയോ മറ്റേ കളറും സാധനങ്ങളും ആഡ് ചെയ്യുന്നതിനെ കുറിച്ചും അജിനോമോട്ടോന്റെ കാര്യത്തിന് ഏറെ പോയത് ഇയാൾക്ക് അറിയില്ല, പല കാര്യങ്ങൾക്കും അതിന്റെ മുന്നേ ഏറെ പോയത് തനിക്കറിയില്ല, നാട്ടുകാർക്ക് അറിയാം. ഓക്കെ, പിന്നെ താൻ പറയുന്നത് തന്നെ നെഗറ്റീവ് വന്നത് ഹോട്ടൽ തുടങ്ങിയിട്ടാണെന്ന് താൻ പറയും. ഞാൻ നറേറ്റീവ് അതെങ്ങനെ കൊണ്ടുവരണറിയോ, ഏതൊക്കെയോ കോമ്പറ്റീഷൻസ് ഇയാൾക്ക് എന്ത് കൊടുക്കുകയാണ്, നെഗറ്റീവ് ഉണ്ടാക്കി ആരൊക്കെയോ പൈസ കൊടുത്ത് ഇയാളെ തീർക്കാൻ നോക്കുക. ഇന്ന് കേരളത്തിലുള്ള എല്ലാ ഹോട്ടൽ ഓണേഴ്സിനും ഇയാൾക്കറിയാം. തല തോളത്ത് ഇട്ട് നടന്നവര് തനിക്കിട്ട് പാരപണിയാണോ അപ്പോ? അത് കൊള്ളാലോ. പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഓക്കെ കോൺസെപ്റ്റ് ഈസ് ഗുഡ്, എഗെയിൻ ഐ എം ടെല്ലിങ് യു കോൺസെപ്റ്റ് ഈസ് ഗുഡ്. പക്ഷെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ തന്നെയാണോ തന്റെ വില്ലൻ? വായ തുറക്കരുത്. ഞാൻ ആലോചിക്കാൻ നല്ലൊരു കമന്റ് അല്ലിട്ട് നല്ല രീതിയിൽ പറയുന്നതിന് പകരം അധിക്ഷേപിക്കുന്ന. ഞാൻ പറയാ, ഇയാളുടെ ഒരു ഏതെങ്കിലും ഒരു ഫുഡ് വ്ലോഗ് വന്നാൽ ഞാൻ കാണും, കാരണം എനിക്ക് ഇഷ്ടമാണ്, രസമാണ്. മൂപ്പരുടെ കണ്ണുരുട്ടലും കഴിക്കുന്നതും അത് ഇഷ്ടമാണ്, അത് ഇപ്പോഴും ഇഷ്ടമാണ്. പണ്ടത്തെ അത്ര ഇഷ്ടമുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അത് കുറച്ച് കുറവുണ്ട്, കാരണം ഈ ഇമാതിരി വർത്താനം കുറയുമല്ലോ. അത് നമ്മളിപ്പോഴും കാണും. അപ്പൊ എന്താ പറയുക, ഒരാള് വന്നിരുന്നു അതാണ് പറഞ്ഞത്, ഈ വ്യക്തി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ കമന്റ് പോലും താൻ മാനിപ്പുലേറ്റ് ചെയ്ത് തന്റെ ഈ ഒരു രീതിയിലേക്ക് മാറ്റി മറിച്ചു. ബാക്കിയുള്ളവർ ഡിസ്റ്റ് ചെയ്യാണെന്ന് കാണുന്ന പ്രേക്ഷകർ എന്തായാലും മണ്ടന്മാരല്ല. പുസ്തകം വായിക്കാത്ത, പ്രൊഫസറോട് സംസാരിക്കാത്ത, എഡിറ്റോറിയൽ വായിക്കാത്ത കുറച്ച് മണ്ടന്മാര് കാണുന്നുണ്ടല്ലോ. ആ മണ്ടന്മാർക്ക് കുറച്ച് ബുദ്ധിയില്ല. മണ്ടന്മാർക്ക് കുറച്ച് ബുദ്ധിയുള്ളതുകൊണ്ട് അണ്ണൻ ഇന്നിങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. കുഴപ്പമില്ല, ശരിയാവും, കുറച്ച് സമയം പിടിക്കുന്നുള്ളൂ. ചിലവരുടെ ശരിയാവും, ചിലവർ ശരിയാവില്ല എന്നൊക്കെ അറിയില്ലേ. അതെ, അങ്ങനെ റെഡി ആയാവും. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ പോട്ടെ, ഞങ്ങൾക്ക് നല്ല ഫുഡ് അടിക്കണം. ഞങ്ങള് ഫുഡ് കഴിക്കാം. ഇനി എന്തായാലും കൊച്ചി വരുമ്പോ നമുക്ക് എടപ്പള്ളിന്ന് ഞാൻ പോയി കഴിക്കും. അതാണ് ഞങ്ങള് കഴിക്കാൻ വരും. കഴിക്കാൻ വരുമ്പോ കഴിഞ്ഞ വട്ടത്തെ പോലെ കൗണ്ടറിൽ നിന്ന ഏട്ടന്മാര് നമ്മളെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിക്കാൻ പാടില്ല. പിന്നെ കണ്ണു എന്താ പേടിപ്പിച്ച നമുക്ക് ആ പേടിപ്പിക്കലൊന്നും കാണണല്ലോ. നോക്കി കഴിഞ്ഞോട്ട് കണ്ടില്ലേ, നമ്മളെന്താ ശത്രുക്കളെ പോലെ, ഞങ്ങളെ ഫുഡ് കഴിക്കാൻ ശത്രുക്കളെ പോലെ നോക്കി. അവിടുത്തെ ആൾക്കാരിന്റെ വല്ല ഫുഡ് അയച്ചെടുക്കണ്ടാവും, ക്യാമറയിൽ ഇയാളെ കണ്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോ ക്യാമറയിൽ നോക്കണം കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത്. അപ്പൊ ഓക്കെ ഗൈസ്, ഞാൻ നിർത്താണ്. ബൈ.